ഞങ്ങളെ വീട്ടിൽ വന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. മയ്യത്ത് വേണമെങ്കിൽ കടപ്പുറം വന്നോളും, ഞങ്ങൾ കൊല്ലും ഞങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ചെയ്തു എന്ന് അവർ പറയുന്നുണ്ട്. നാളെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് കൊണ്ടിരുന്ന കുട്ടിയാണ്. നിങ്ങൾ പല കഷ്ടപ്പെട്ടിട്ടായിട്ട് ഡോക്ടർമാർ പോലും പല ഘട്ടത്തിൽ അവനെ കൈവഞ്ഞതാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞിട്ടായിട്ട് അതും ചികിത്സിച്ച് ഇങ്ങനെ കൊണ്ടുവന്നതാണ്. ഇത്ര ഉമ്മമാർ കരഞ്ഞാൽ ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും ഇത് നമ്മുടെ നാട്ടിൽ ആവർത്തിക്കുന്ന അതിലെ ശിക്ഷ കിട്ടാത്തതുകൊണ്ടാണ്. ആർക്കും ഈ ഗതി എത്തിക്കൂടാ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ബദരിയ നഗർ എന്ന പ്രദേശത്താണ്. എന്നോടൊപ്പമുള്ളത് ഷിഹാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. 18 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ. ഇന്ന് ഈ ചെറുപ്പക്കാരന് സ്വന്തമായിട്ട് ഇന്ന് എണീറ്റ് നിൽക്കാൻ പോലും സാധിക്കുകയില്ല. ഒരു പിരിവിൻ്റെ പേര് പറഞ്ഞ് ഷിഹാനെ കുറച്ച് യുവാക്കൾ ചേർന്ന് കൊലപ്പെടുത്താനാണ് ശ്രമിച്ചത്. ഷിഹാന് സംസാരിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് ആദ്യം ഷിഹാന്റെ അമ്മാവൻ അഷ്റഫിനോട് കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് അഷ്റഫ് സംഭവിച്ചത്? മരുമകനല്ലേ? എൻ്റെ മരുമകനാണ്. ഷിഹാനെ 7-ാം തീയതി രാത്രി എൻ്റെ വീട്ടിൻ്റെ അടുക്കുന്ന് 4 ചെറുപ്പക്കാർ വന്നിട്ടായിട്ട് ബലമായി പിടിച്ചുകൊണ്ടുപോയതാണ്. ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പിരിവിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ്. എൻ്റെ മരുമകൻ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ചെയ്ത വ്യക്തിയാണെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. ഇവർ ഒരു തരത്തിലും ബന്ധപ്പെടാണ്ട് ശരിക്കും കൊട്ടേഷൻ സംഘങ്ങൾ പെരുമാറും പോലെ എൻ്റെ പെങ്ങളെ മകനെ പിടിച്ചു കൊണ്ടുപോയി 3-4 സ്ഥലത്ത് കൊണ്ടുപോയി മാരകമായിട്ട് അടിച്ച്, അതും നഗ്നമായിട്ട് അവനെ മർമ്മസ്ഥാനത്ത് വരെ അടിച്ചിട്ടുണ്ട്. അവർ അവിടെ അടിക്കരുതെന്ന് ആൾക്കാർ കാല് പിടിച്ച് കരഞ്ഞിട്ടും ഇവർ പിന്നെയും അടിച്ച്, എന്നിട്ട് പിടിച്ച് കൊണ്ടുപോയിട്ട് ഇവർ തല്ലി ചതച്ചിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അത് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവിട്ടിട്ടില്ല. ഞങ്ങളെ വീട്ടിൽ വന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. ഇവർ ഒരു നിയമപാലകരെയും സമീപിക്കാണ്ട് ഇവർ സ്വന്തം നിയമം നടപ്പാക്കിയതാണ്. ഞങ്ങളെ അന്വേഷിക്കുമ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ കുട്ടികൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാകുമ്പം അവർ പറഞ്ഞതിൽ മയ്യത്ത് വേണമെങ്കിൽ കടപ്പുറം വന്നോളും, ഞങ്ങൾ കൊല്ലും ഞങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ചെയ്തു എന്ന് അവർ പറയുന്നുണ്ട്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഇത് ഞങ്ങൾക്കറിയില്ല. ഇവിടെ നമ്മുടെ കുട്ടികളോട് വിളിച്ചിട്ടാകുമ്പോൾ അവരോട് ഞങ്ങളിങ്ങനെ അന്വേഷിക്കുമ്പം അവർ പറഞ്ഞതാണ് ഒരു പിരിവെടുത്തു എന്ന് ആക്ഷേപിച്ചാണ് ഇതൊക്കെ നടത്തിയതല്ല. ആ പിരിവ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന പണി ഞങ്ങൾ ചെയ്തു തരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഷിഹാൻ എന്ന് പറയുന്ന വ്യക്തിൻ്റെ അക്കൗണ്ടിലേക്കോ അവൻ്റെ സുഹൃത്തിൻ്റെ അക്കൗണ്ടിലേക്കോ ഒരു 25 പൈസ പോലും ഈ അക്കൗണ്ട് വക ഈ പിരിവ് എന്ന് പറയുന്ന ഒരു പൈസ വന്നിട്ടില്ല. പിന്നെ ഇവർ മറ്റൊരു രീതിയിലും വന്നിട്ടില്ല. പിന്നെ ഇവർ ഈ പിരിവ് എന്ന് പറയുന്നതിന് ഒരു ക്രിയാറ്റിയും അവർ ചെയ്തിട്ടില്ല. അവരൊരു ചാരിറ്റിയും അവർ ചെയ്തിട്ടില്ല. അവരെ ചാരിറ്റി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായ തെളിവ് അവർ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക. ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 3 ലക്ഷം പിരിപ്പിച്ചിരുന്ന് അതിൽ നിന്ന് 1 ലക്ഷം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പെങ്ങളെ മകനെ കൊണ്ടുവന്നത്. 1 ലക്ഷം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ടാണ് അവർ പിടിച്ചു കൊണ്ടുവന്നത്. ആ പിടിച്ചു കൊണ്ടുപോയിട്ട് ഇവർ കല്ലൂരാവി എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മർദ്ദിച്ച്, പിന്നെ മുണ്ടത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മർദ്ദിച്ച്, വീണ്ടും അവർ ഒരു കാറിൽ അവനെ കയറ്റിയിട്ട് നഗ്നമായി കയറ്റിയിട്ട് ആ കാറിൽ നിന്ന് മർദ്ദിക്കുന്ന സമയത്ത് അവൻ സൗണ്ട് വരുന്ന സമയത്ത് വണ്ടിയിലെ പാട്ട് ഫുള്ള് വെച്ച് അവൻ്റെ വായിൽ തുണി തിരികെ കയറ്റി, എന്നിട്ട് ഇവർ ബെല്ലാക്കടപ്പുറം പബ്ജി ക്ലബ്ബ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടത്തേക്ക് കൊണ്ടുപോയി. അവിടുന്ന് അടിക്കുമ്പോൾ അവിടുത്തെ ആൾക്കാർ പറയുന്നത് നിങ്ങൾ ഇവിടുന്ന് തല്ലരുത്, നിങ്ങൾക്ക് തല്ലണമെങ്കിൽ നിങ്ങൾ നാട്ടിൽ കൊണ്ടുപോയിട്ട് തച്ചോ എന്ന് ആൾക്കാർ പറയുന്നത്. അവിടുന്നാണ് ഇവൻ്റെ മുന്നിലേക്ക് വരെ അവർ ചവിട്ടുന്നത്. അതിന് ദൃക്സാക്ഷികളുണ്ട്. അത് ഓനെ തല്ലുന്നതും ഓനെ ചവിട്ടുന്നതെല്ലാം ദൃക്സാക്ഷികൾ ഇവർ നമ്മുടെ അടുത്തുണ്ട്. അല്ല, പോലീസിനോട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ അത്തരം പിരിവ് നടന്നതായിട്ടുള്ള ഒരു തെളിവോ ഒരു കാര്യമോ ഇവരുടെ അക്കൗണ്ടിൽ നിന്നോ മറ്റു കാര്യങ്ങളിൽ നിന്നോ ഒന്നും വ്യക്തമായിട്ടില്ല, മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പോലീസിന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇത് അദൃശ്യമായിട്ട് എന്തെങ്കിലും നടത്തണം, അതായത് ഈ മാന്ത്രിക വിദ്യയിലൂടെ ഇങ്ങനെ പൈസ എറിഞ്ഞിട്ട് കയച്ച് പിടിച്ചിട്ട് അങ്ങനെയൊക്കെ നടത്തേണ്ടി വരും. കാരണം ലീഗലായിട്ടുള്ളതോ അല്ലെങ്കിൽ നേരിട്ടോ ഒരു അത്തരം പിരിവ് നടന്നിട്ടില്ല എന്നുള്ളത് പോലീസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവിച്ചിട്ടുണ്ട്, അതായത് അങ്ങനെ ഒരു പിരിവ് നടന്നിട്ടുണ്ട് എന്ന ധാരണയിലാണ് ഇവർ ഇയാളെ ഇപ്പോൾ ഈ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടിട്ട് ഇത്രയും ക്രൂരമായ രീതിയിൽ പിടിക്കും. ഇപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചെവിയിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മൂത്രമൊഴിക്കാൻ സാധിക്കുന്നില്ല, കാരണം ബ്ലഡ് ആ രീതിയിലാണ് പോകുന്നത്. മാത്രമല്ല ഈ പൊക്കിളിന് താഴെയുള്ള ഭാഗങ്ങളിലൊക്കെ വല്ലാത്തൊരു വേദനയാണ്, വല്ലാത്തൊരു വേദന. ഇവിടുത്തെ ജില്ലാ ആശുപത്രി ഡോക്ടർമാർ ഏകദേശം അവരെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തി പരിഹാരത്തേക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആംബുലൻസ് വരും, ഇപ്പോൾ കൊണ്ടുപോകും. ഞങ്ങളെ മുമ്പ് തന്നെ അവർ കൊണ്ടുപോകാണ്. അവരത്ര ക്രൂരമായി മർദ്ദിച്ചിട്ട് അവനെ
ഞാൻ കണ്ടപ്പോൾ തന്നെ എൻ്റെ ബോധം പോയിന്. എണീച്ച് നിൽക്കാൻ പറ്റാതെ എത്തുന്നത് എൻ്റെ ആങ്ങളമാർ എൻ്റെ മുമ്പിലേക്ക് അവനെ കൊണ്ടുവന്നത്. ഓന് എത്രാം ക്ലാസ് വരെ പഠിച്ചു? +2 കഴിഞ്ഞതാണ്. എന്തുകൊണ്ടാണ് അവന് +2 കഴിഞ്ഞിട്ട് പിന്നെ +2 തന്നെ എനിക്ക് തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ട് അവൻ ചെറുതല്ല ജന്മനാളെ അവന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് കൊണ്ടിരുന്ന കുട്ടിയാണ്. നിങ്ങൾ പല കഷ്ടപ്പെട്ടിട്ടായിട്ട് ഡോക്ടർമാർ പോലും പല ഘട്ടത്തിൽ അവനെ കൈവഞ്ഞതാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞിട്ടായിട്ട് അത് ചികിത്സിച്ച് ഇങ്ങനെ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ 2 മാസമായി ഒരു സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റിലാണ് അവനുണ്ടായത്. ഇനി വീണ്ടും ഒരു 4 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സർജറി ഉണ്ട്. അപ്പോൾ പെരിയാടത്തും ഡോക്ടർ പറഞ്ഞ് ഫുള്ള് ചതവ് പറ്റിയിട്ടാന്നുള്ളത്. അതിപ്പോൾ പെട്ടെന്നൊന്നും സുഖമായില്ല, ക്രമേണ സുഖമായിക്കൊണ്ട് വരുമെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഈ 4 മാസം കഴിഞ്ഞാൽ ഇപ്പോൾ സർജറി തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അറിയാത്ത ഒരു വിഷമത്തിലാണ് ഞാനിപ്പോഴും ഉള്ളത്. അവന് എവിടെയാണോ പ്രശ്നമുള്ളത് അവിടെ തന്നെ അവർ ചവിട്ടി, അവൻ്റെ രഹസ്യഭാഗത്ത് തന്നെ ചവിട്ടി മർദ്ദിച്ചോളൂ. അപ്പം അന്ന് കൊണ്ടുവന്ന് എനിക്ക് മൂത്രയിക്കാൻ വേണ്ടി പറ്റിയിട്ടാണ്. പിറ്റേന്ന് രാവിലെ ഡോക്ടർ മൂത്രയിക്കണമെന്നതിന് ബ്ലഡ് പോയ മൂത്രത്തിൽ. ഇനിയിപ്പോൾ അതിന് സർജറി ഡോക്ടർക്ക് തന്നെ വീണ്ടും കാണിക്കേണ്ടി വരികയാണ് ചെയ്തതിന്. മംഗലാപുരത്തിൻ്റെ കൊണ്ടുപോയി നിങ്ങൾ ഈ 18 വർഷം അധ്വാനിച്ചതങ്ങ് പോയി. ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടിട്ട് എല്ലാവർക്കും അവനെ ജീവനാണ്. ജീവിതത്തേക്ക് തിരിച്ചു കിട്ടിയൊരു അപൂർവമാണ് അവനെ. ഇതുവരെ ഞങ്ങൾ പോലും അടിച്ചിട്ടില്ല അവനെ. ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലധികം ഒരു വിഷമമായി. ഇപ്പോൾ 7 ദിവസം 7-ാം തീയതി മുതൽ 8 വരെ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞങ്ങൾ തിന്നിട്ട് തണ്ണീരായിട്ടാണ് ഞങ്ങൾ ഇതുവരെ കഴിഞ്ഞത്. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ അവരാക്കിയിട്ട് ഞങ്ങൾക്ക് തന്നതാണ്. തന്നെ ജീവൻ കിട്ടിയ എൻ്റെ മോൻ്റെ ഭാഗ്യമാണ്. അവർ കൊല്ലാൻ തന്നെ കൊണ്ടുപോയത്. പല ആൾക്കാർ അവരോട് വിളിച്ചിട്ട് ബന്ധപ്പെടും. അവർ പറഞ്ഞത് നിങ്ങൾ ആക്കും പോലെ ആക്കിക്കോ, ഞങ്ങൾക്കൊരു വിഷയമല്ല, അവനെ കൊല്ലാൻ കൊണ്ട് ഞങ്ങൾ തല്ലാൻ കൊണ്ടുപോയതല്ല, കൊല്ലാനന്ന് കൊണ്ടുപോയതാന്ന് പറയുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും കേസായിട്ട് മുന്നോട്ട് പോയിട്ട് അവർക്ക് തക്ക ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഒരു കുട്ടിക്ക് ഒരു കുടുംബത്തിന് ഇങ്ങനെ എത്തിയിട്ട് കരയാൻ അനുവദിച്ചുകൂടാ. അത്ര കണ്ണിച്ചോറില്ലാതെ അവർ പെരുമാറി. കഞ്ചാവ് വലിക്കാൻ അവർ നിർബന്ധിപ്പിച്ച്. കഞ്ചാവ് വലിക്കില്ലെന്ന് പറയുമ്പോൾ അവർ ചുണ്ടത്ത് ലൈറ്റും ബോർഡ് അടിച്ച് അവന് പരിക്കേൽപ്പിച്ച്. 2 സ്ഥലത്ത് നിന്ന് അവനെ വേറെ ആൾ കണ്ടതുകൊണ്ടോ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അവന് പറഞ്ഞതിന് ബോഡി കടലിൽ നിന്ന് എടുത്തു വന്നിട്ടെന്നാ പറഞ്ഞ്. ഡ്രസ്സെല്ലാം ഓരോ സ്ഥലത്ത് ചാടും, ബോഡി വന്നിട്ട് നിങ്ങൾ കടലിൽ നിന്ന് എടുത്തോ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വിളിക്കുമ്പോൾ അവർ പ്രതികരിച്ചത്. ഓക്കെ, എന്തായാലും റിപ്പോർട്ട് വരട്ടെ, പോലീസ് നടപടികൾ അതന്നെ ഇതിനുള്ള ശിക്ഷ കൊടുക്കണം. അതിങ്ങനെ വിട്ടൂടെ. ഇനി ഒരു കുട്ടികൾക്ക് ഇങ്ങനെ ആകാൻ പാടില്ല. ജീവൻ ഇവരെ കൊണ്ട് നഷ്ടപ്പെടാൻ പാടില്ല. അവർക്കൊരു പേടിയില്ല, കണ്ണിച്ചോരയില്ല. അപ്പോൾ ഇനി ആർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. എത്ര ഉമ്മമാർ കരഞ്ഞാൽ ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും ഇത് നമ്മുടെ നാട്ടിൽ ആവർത്തിക്കുന്ന അതിൻ്റെ ശിക്ഷ കിട്ടാത്തത് കൊണ്ടാണ്. ആർക്കും ഈ ഗതി എത്തിക്കൂടാ. അപ്പോൾ ഈ ഗുണ്ടാരാജ് നമ്മുടെ നാട്ടിൽ അവരവർ സ്വയം ചെയ്യാണ്, ഗുണ്ടാരാജ് നടപ്പിലാക്കുകയാണ്. അത് കാശിനായിട്ട് ഒരു ചെറുപ്പക്കാരൻ ആ ഉമ്മ പറയുന്നത് ഇവരുടെ ഉമ്മ പറയുന്നത് കേൾക്കണം. അത് ആ കുട്ടിയെ ചെറുപ്പം മുതൽ, അത് ജനിച്ച മുതൽ ചില വൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടിയാണ്. അതിനെ നന്നാക്കിയെടുത്ത് ശരിയാക്കി എടുത്തിട്ട് 18 വർഷം വരെ അങ്ങനെ സൂക്ഷിച്ചു കൊണ്ടുപോയ ഒരു കുട്ടിയാണ്. പലതരം ചില പ്രശ്നങ്ങൾ ആ കുട്ടി നേരിട്ടിരുന്നു. ജന്മനായുള്ള പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് ഈ കുട്ടിയെ ഈ 18 വയസ്സ് ഒരു ഉമ്മ പറയുന്നുണ്ട്. അതായത് ഒരു വേള ഞങ്ങൾ കൈവിട്ട, അതായത് ഞങ്ങൾക്ക് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ സമയമുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ പരിശ്രമവും മാത്രമാണ് ഈ കുട്ടിയെ ഈ 18 വയസ്സ് വരെ ഇവിടുത്തെ ആ കുട്ടിയെ കൊണ്ടുപോയിട്ടാണ് ഇത്രയും ക്രൂരമായ രീതിയിൽ, മനസ്സാക്ഷിക്ക് നിരക്കാത്ത മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ഗുണ്ടാരാജ് നടപ്പിലാക്കിയത്. നമ്മുടെ നാട്ടിൽ പോലീസിനെയോ അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയോ ഒരു വില കൽപ്പിക്കാത്ത ഇത്രയും തമ്മാടിക്കൂട്ടങ്ങളെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. ഞങ്ങളെ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, കോടതി ആരാണ്, പോലീസ് ആരാണ്, ഞങ്ങളാണ് ഇവിടുത്തെ രാജാക്കന്മാർ, ഞങ്ങളാണ് ഗുണ്ടകൾ, കാഞ്ഞങ്ങാട് ഭരിക്കുന്നത് ഞങ്ങളാണ്. ഇതൊക്കെ പറയാനുള്ള ആർജവം എങ്ങനെ കിട്ടി? ഏറ്റവും സങ്കടകരമായി തോന്നിയത് പിരിവ് നടത്തപ്പെട്ടു, ആരെ പേര് നടത്തപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാരൻ്റെ ഉമ്മ ഇവനടിച്ചതിന് ശേഷം വന്ന് പരാതി കൊടുത്തു. ഇവനടിച്ച് കൊല ചെയ്തതിന് ശേഷം ഒരു കൗണ്ടർ കേസിന് വേണ്ടിയിട്ട് അവരൊരു പരാതി കൊടുക്കുകയാണ്. അവരെ ഉമ്മയെ സ്വാധീനിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലോ. പോലീസുകാർ ചിരിക്കുകയാണ്. ആ പരാതി കണ്ടിട്ട് പോലീസുകാർ ചിരിക്കുകയാണ്. അവർ പരാതി ആദ്യമാണല്ലോ കൊടുക്കേണ്ടത്. ഒന്നെങ്കിൽ ആദ്യം പരാതി കൊണ്ടുകൊടുക്കുക, നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ കംപ്ലൈന്റ് ഉണ്ട്, അല്ലെങ്കിൽ വീട്ടുകാരെ ബന്ധപ്പെടുക. അത് 18 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരനാണ്. 1.5 മാസം മുമ്പ് മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നതാണ്. അതെ. എന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞാൽ എന്നെ തല്ലല്ല എന്ന് പറഞ്ഞിട്ടാകുമ്പോഴാണ് പിന്നെയും അവർ അടിക്കുന്നത്. ആരൊക്കെയാണോ പ്രതികൾ അവരൊക്കെ ശിക്ഷിക്കപ്പെടണം. നിങ്ങളെല്ലാവരും കേട്ടല്ലോ ഉമ്മ എന്താണ് പറയുന്നത്. ആ ഉമ്മയുടെ 18 വർഷത്തെ വേദനയാണ് ആ കണ്ണീര്. ആ കണ്ണീരിന് മറുപടി ലഭിച്ചേ മതിയാകും.
ഇങ്ങനെ നമ്മൾക്ക് ശക്തി ഉണ്ടെന്ന് പറഞ്ഞ്, 2 കഞ്ചാവിൻ്റെ ബലമുണ്ടെന്ന് പറഞ്ഞ്, MDMൻ്റെ ബലമുണ്ടെന്ന് പറഞ്ഞ് നാട്ടിൽ കാണുന്ന ഇതുപോലുള്ള സാധാരണക്കാരായ ആളുകളുടെ ചെറുപ്പക്കാരൊക്കെ പിടിച്ച് കൊല്ലും. കാശ് താ, 1 ലക്ഷം താ, 2 ലക്ഷം താ. നമ്മുടെ നാട് എങ്ങോട്ടേക്കാണെന്ന്. ബഹുമാനപ്പെട്ട ഹോസ്ദുർഗ IP അജിത് കുമാർ, DYSP ബാബു പെരിങ്ങോത്ത് 2 പേരോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ഈ കേസ് കൃത്യമായി കൈകാര്യം ചെയ്യണം. കാരണം ഇത് അനുവദിച്ച് നൽകാൻ പാടില്ല. ഇതിൽ ആരൊക്കെ ഇതിന് ഭാഗമായിട്ടുണ്ടോ അവരൊക്കെ അവർക്കെതിരൊക്കെ നിയമ നടപടികൾ സ്വീകരിക്കണം.